ഹായ് നമസ്കാരം. കുണ്ടൂരാൻ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും ഈ ഓണനാളിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് പറയാൻ പോകുന്ന വിഷയം നമ്മുടെ കുണ്ടൂർ കുളത്തേരിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മൈത്ര എന്ന കൊച്ചു സ്ഥലത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് ഞാൻ താമസിക്കുന്ന ഭാഗമാണത്. ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ ഒരുപാട് നല്ല കാര്യങ്ങളും പറയാനുണ്ട്, അല്പം ദുഃഖകരമായ കാര്യങ്ങളും പറയാനുണ്ട്. ദുഃഖകരം എന്ന് പറഞ്ഞാൽ വളരെയേറെ ഞങ്ങളെല്ലാം വേദനിപ്പിക്കുന്ന കാര്യം ആണ് പറയാനുള്ളത്. എപ്പോഴും നമ്മൾ ഓണനാളിൽ സന്തോഷം പങ്കിടുമ്പോഴും സന്തോഷമാണ് പങ്കിടേണ്ടത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെയേറെ ഒരു ഉഷാറില്ലാത്ത അല്ലെങ്കിൽ വളരെയേറെ വേദനിക്കുന്ന ഒരു ഓണമായി ആണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഒരു 54 വീടുകൾ ഉണ്ട്. ഒക്കെ പാവപ്പെട്ടവരും സാധാരണക്കാരൊക്കെയാണ്. ഞങ്ങൾ വളരെ ഐക്യത്തോടെയും സ്നേഹത്തോടെയും കഴിയുന്ന ഒരു പ്രദേശമാണ് ഞങ്ങളുടേത്. ഓണമായാലും പെരുന്നാളായാലും ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് ആഘോഷിക്കാറ്. ഈ ഓണം ഞങ്ങൾക്ക് വളരെ മോശമായി തന്നെ പറയാം. കാരണം എൻ്റെ അയൽപക്കത്തെ ജോഫി എന്ന 40 വയസ്സായ ജോഫി, ഈ നാട്ടിലുള്ളവരെല്ലാവരും അറിയും. അവൻ ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയി. അതുപോലെ തന്നെ നമ്മുടെ 10ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കുട്ടി, പിന്നെ വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ തോമഞ്ചേട്ടൻ്റെ മകൾ, അങ്ങനെ നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ ഈ ഞങ്ങളൊക്കെ വിട്ടു പിരിഞ്ഞു പോയ ഒരു ഓണമാണിത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദുഃഖത്തിലാണ് ഈ തവണത്തെ ഓണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വലിയ കാര്യമായ ആഘോഷങ്ങളോ മറ്റു പരിപാടികളോ ഒന്നും ഈ തവണ ഇല്ല. സത്യത്തിൽ വളരെയധികം സന്തോഷത്തോടെ ഒരു ഓണനാളൊക്കെ ആഘോഷിക്കാറുള്ളൊരു കൂട്ടായ്മ ഇവിടെ ഉണ്ടാകാറുണ്ട്. അത് എല്ലാ കാര്യങ്ങൾക്കും ഒത്തൊരുമിച്ച് പോകുന്ന ഒരിടമാണ് ഈ മൈത്രയിലുള്ള ജനങ്ങൾ. വളരെ സ്നേഹസമ്പന്നരായ ഈ ഇടപഴകി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിമിഷ്ടോ പരാതിയോ പ്രശ്നങ്ങളൊന്നുമില്ലാണ്ട് ഒറ്റക്കെട്ടായിട്ട് പോകുന്ന ഒരു വിഭാഗമാണ് ഞങ്ങളുടെ ഈ മൈത്രിയിലുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞങ്ങളുടെ ഭൂരിഭാഗം വരുന്ന ഹിന്ദുക്കളായ, അങ്ങനെ തന്നെ പറയട്ടെ, ഓണാഘോഷിക്കുന്നത് തൃക്കേക്കാരിയപ്പനൊക്കെ വെച്ച് ആഘോഷിക്കുന്നത് ഭൂരിഭാഗം ഹിന്ദുക്കൾ തന്നെയാണ്. അവരുടെ ഭൂരിഭാഗം വീടുകളിലും ഈ തവണ ഓണമില്ല. അവർക്കിടെ ബന്ധുക്കളായാലും സ്വന്തക്കാരൊക്കെ മരിച്ചതിൻ്റെ ഭാഗമായിട്ട് അവർ ഈ തവണ ഓണാഘോഷിക്കുന്നില്ല. ഈ ഓണനാളിൽ ഞങ്ങളും നിങ്ങളുടെ സന്തോഷത്തിലും ഒപ്പം പങ്കുചേരാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഓണത്തെക്കുറിച്ച് ഇതാണ് പ്രധാനമായി പറയാനുള്ളത്. പിന്നെ വീണ്ടും ഒരു സന്തോഷ വാർത്തയുണ്ട്. ഞാൻ ഏതാണ്ട് ഒരു 40 കൊല്ലത്തോളമായി എൻ്റെ വീട്ടിൽ കറണ്ട് കിട്ടിയിട്ട്. അപ്പം ഈ തവണ ഒരു രസം ഉണ്ടായിരുന്നു. ഞാൻ കറണ്ട് ബില്ല് വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും അടിയിൽ അടയ്ക്കേണ്ട പൈസ എന്ന് എഴുതിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ 3 ഞാൻ പലരെയും കാണിച്ചു കൊടുത്തു. വീട്ടിൽ സംശയമായി. അപ്പോൾ പറഞ്ഞു എങ്ങനെയായാലും കുറച്ച് പൈസ അടയ്ക്കേണ്ട വരും എന്നത്. എങ്ങനെയായാലും ഞാൻ കാശുമായിട്ട് നമ്മുടെ കുഴൂര് വൈദ്യുതി ഭവനിൽ ചെന്നപ്പോൾ പൈസ അടയ്ക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ അവർ പറഞ്ഞു ഈ തവണ നിങ്ങൾ കാശ് അടയ്ക്കണ്ട. അപ്പോൾ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ തവണ എനിക്ക് കറണ്ട് കാശ് അടയ്ക്കാത്ത ഒരു അവസ്ഥയുണ്ടായി. ആ സന്തോഷത്തോടെയും ഈ അവസരത്തിൽ ഞാൻ പങ്കുവയ്ക്കുകയാണ്. വീഡിയോ ഇതിനകത്ത് ചേർത്ത് ഞാൻ കാണിക്കാം. ഓക്കെ. നമസ്കാരം. ഞാൻ ഈ തവണത്തെ നമ്മുടെ ഓണം ഒക്കെ എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടി വന്നതാണ്. ഈ തവണ ഞങ്ങൾക്ക് ഓണമില്ല. ഞങ്ങളെ വലിയച്ഛനായ ഭൂവിലിച്ചൻ മരണപ്പെട്ടു.
ഞങ്ങൾക്കെന്ന് പറയല്ല, നമ്മുടെ മൈത്രിയിൽ തന്നെ മിക്ക വീടുകളിലും ഓണം ഉണ്ടാകാൻ വഴിയില്ല. അതുപോലെ ഞങ്ങളുടെ തോമഞ്ചേൻ്റെ മോള് ടിൻഡു, അതുപോലെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ വിസ്മയ, പിന്നെ എൻ്റെ സുഹൃത്തും ഞങ്ങളുടെ ബാല്യകാലം സുഹൃത്തുമായ ജൂഫി മരണപ്പെട്ടു. അതുകൊണ്ട് ഈ തവണ ഞങ്ങൾ മിതമായ ഒരു ഓണത്തിലേക്ക് ഞങ്ങളൊരു സദ്യ മാത്രമാണ് ഒരുക്കുന്നുള്ളൂ. അതുപോലെ മൈത്രിയിൽ തന്നെ അങ്ങനെ എല്ലാവരും ആഘോഷിക്കാൻ വഴിയില്ല എന്ന് തോന്നുന്നു ഈ പ്രാവശ്യത്തെ ഓണം. ഇതവണത്തെ ഓണം നമുക്കൊരു ദുഃഖകരമായുള്ള ഒരു ഓണമാണ് ഈ തവണ. അപ്പോൾ ശരി കേട്ടോ, ഇത്രയും കാര്യം പറഞ്ഞതിന് വളരെയേറെ നന്ദി. ഓക്കെ. ഉണ്ണി നമസ്കാരം. നമസ്കാരമുണ്ട്. ഇത്തവണത്തെ ഓണത്തെക്കുറിച്ച് ഒന്ന് പറയാൻ പറ്റും? ഓണത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഈ തവണ ഓണം ഇല്ല എന്ന് തന്നെ വയ്ക്കാം. കാരണം നമ്മുടെ ഒരു കൂട്ടുകാരൻ, അയൽവക്കം കൂട്ടിയായ ഒരു കൂട്ടുകാരൻ ജോഫി എന്ന് പറഞ്ഞ ഒരാൾ, അതെപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിലുപരിയായിട്ട് തന്നെ നമ്മുടെ പാപ്പൻ മരിച്ച് കുറച്ച് നാളായിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ തവണ ഓണപ്പുടവ് എടുത്തില്ല. ഓണത്തിൻ്റേതായിട്ടുള്ള ഒരു ആഘോഷവും ഈ തവണ ഇല്ല. അതല്ലെങ്കിൽ ഈ നേരത്തൊന്നും നമ്മളിവിടെ ഉണ്ടാവില്ല. പുതിയ ഷർട്ടും പുതിയ മുണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ ഇറങ്ങും. ഈ തവണ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് നേരത്തെ. ജോഷി നമസ്കാരം. ഞാൻ ഈ ഓണ ദിവസം വന്നത് ഈ തവണ എന്താ ഓണത്തിനെ കുറിച്ച് 2 വാക്ക് പറയാൻ. അപ്പോൾ അത് ഇത്തവണത്തെ ഓണം ഞങ്ങളുടെ അമ്മാവൻ്റെ അമ്മ മരിച്ച കാര്യം കൊണ്ട് ഇത്തവണ ഓണമില്ല. പിന്നെ അയലക്കത്ത് ഇങ്ങനെ ജോഫിയൊക്കെ മരിച്ചു. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത്തവണ ഞങ്ങൾക്ക് ഇങ്ങനെ ഓണമില്ല. ഓണക്കോടിയൊന്നും എടുത്തില്ല ഈ തവണ? ഓടിയൊന്നും എടുത്തിട്ടില്ല. ഒന്നും എടുത്തില്ല. അപ്പോൾ മൈത്രിയിൽ ഭൂരിഭാഗം ആൾക്കാരും ഇതുപോലെ ഇത് അവസ്ഥയാണ് അല്ലേ? അതെ അതെ. ശരി കേട്ടോ, ഓക്കെ. അതല്ല ചേട്ടാ, ഈ തവണത്തെ ഓണത്തെക്കുറിച്ച് പറഞ്ഞ എന്തെങ്കിലും പറയാനുണ്ടോ? എൻ്റെ പെങ്ങൾ മരിച്ചുപോയി. അത് കാരണം ഈ തവണ ഓണമില്ല, ആഘോഷങ്ങളൊന്നുമില്ല. ആഘോഷങ്ങളൊന്നുമില്ല. എത്രാമത്തെ പെങ്ങളാ? 4ാമത്തെ. 2ാമത്തെ പെങ്ങൾ. 2ാമത്തെ പെങ്ങളല്ല. എവിടെ വീട് അവർക്കിടെ? മാഞ്ഞാലി. ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ഈ തവണ പുതിയ ഡ്രസ്സൊന്നും എടുത്തില്ല, ഓണമില്ല അല്ലേ? ശരി, ഓക്കെ.